So, ladies and gentlemen, I'm Muhammad Alibir. ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ചായി ഒരു വീഡിയോ ലാസ്റ്റ് വീഡിയോ പ്രോഗ്രസ് വീഡിയോ എന്നതിന് ശേഷം പിന്നെ കുറച്ചായി നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ ബ്രോ ക്യാമ്പിൽ വന്നിട്ടുണ്ട് 179ാമത്തെ ദിവസം. ഇറ്റ്സ് മീൻസ് 5 മാസം 3 ആഴ്ച ആൻഡ് സംതിങ് 6 days. ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ 6 മാസം. ടെക്നിക്കലി 6 മാസം തന്നെ ബ്രോ ക്യാമ്പിൽ വന്നിട്ടുള്ള പ്രോഗ്രസ് ആണ് ഇത്. 6 മാസം എന്ന് പറയുമ്പോൾ നമ്മള് നിഖിൽ സാർ പറഞ്ഞ പോലത്തിനാണെങ്കിൽ 6 മാസം കൊണ്ട് ഞാനിപ്പോൾ ഒരു കോഡ് ഡെവലപ്പറായിട്ട് ജോലി കിട്ടുന്ന സമയം കഴിഞ്ഞ് ഇപ്പോൾ 6 months അല്ല, ഇപ്പോൾ അറൌണ്ട് 7 months പ്ലസ് ഫുമിഗേഷൻ 8 months. എങ്ങനെ പോയാലും 8 മാസത്തിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടുത്തെ കോഴ്സ് ചെയ്തെടുക്കാനാവില്ല. ചെയ്ത് തീർക്കാം, ഇങ്ങനെയല്ല, ബട്ട് ഇറ്റ് ടേക്സ് ടു ലോങ്. ഇപ്പോൾ ഞാനിപ്പം വരുന്നത് 8th വീക്കിൽ, 8th വീക്ക് കഴിഞ്ഞു 9th വീക്കിൻ്റെ ഒരു പ്രോഗ്രസ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ബാച്ചിൻ്റെ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ബാച്ചിൻ്റെ ആവറേജ് വരുന്നത് 9th വീക്കാണ്. ഇപ്പോൾ 20 പേര് ഉള്ളതിൽ ഏറ്റവും ടോപ്പ് ആയിരിക്കുന്നത് 14th വീക്കാണ്. ഇപ്പോൾ 6 months എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ എല്ലാവരും ഒരു 18-19 വീക്സ് എത്തേണ്ടതാണ്. പക്ഷെ സ്റ്റിൽ കുറേ പേർക്ക് വീക്ക് ബാക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വീക്ക് ബാക്ക് തന്നെ ബ്ലൂ, പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ഒക്കെ ഉണ്ട്. ഇനി പ്രോഗ്രസ് പറയുകയാണെങ്കിൽ എനിക്ക് തുടക്കത്തിലെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ 3rd വീക്കിലൊക്കെ ഞാൻ ഒന്നും മനസ്സിലാകാതെ 4th വീക്കിലെത്തുന്നു, 4th വീക്കിലൊന്നും മനസ്സിലാകാതെ 5th വീക്കിലെത്തുന്നു. പക്ഷെ ഞാൻ കയറുന്നുണ്ട്, എനിക്ക് പറയാൻ പറ്റുന്നു. പക്ഷെ എന്താ എവിടെ നിന്നൊരു കണക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ ഒരു 5th 4th ഒക്കെ മനസ്സിലായി തുടങ്ങുന്നത് 6th എത്തപ്പിയാണ്. 6th കയറുമ്പോൾ 6th ഒന്നും മനസ്സിലായില്ല. ഇപ്പൊ 6th ഒന്ന് എനിക്ക് കത്തി തുടങ്ങിയത് 7th 8th എത്തുമ്പോൾ അത് അന്ന് യൂസ് ചെയ്ത് ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നമുക്ക് മനസ്സിലാവുന്നപ്പാണ്. അതുപോലെ തന്നെ ഇപ്പൊ 8th ഇപ്പൊ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 8th കുറെ കാര്യങ്ങൾ ഇപ്പൊ 9th മനസ്സിലാവുന്നത്. അപ്പോൾ ഇവൻച്വലി ഇത് മനസ്സിലായി വരുള്ളൂ. ഞങ്ങൾക്കിപ്പോൾ അതൊരു ഇൻസെക്യൂരിറ്റി വെച്ചാൽ ഇതിപ്പോ എനിക്ക് തിരിയാണ്ട് നമ്മള് കയറിപ്പോയിട്ട് പിന്നെന്താ കാര്യമുണ്ടോ എന്നുള്ളതാണ്. ബട്ട് there is no such use for if we like thinking like that. Okay, പിന്നെ പ്രോഗ്രസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഗുഡ് പ്രോഗ്രസ്. ഈ വർഷം ഞാനിപ്പോ ടെക്നിക്കലി ഇപ്പോൾ ഒരു 9th ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഇപ്പോൾ വായിച്ചത് ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു തിങ്ക്. ഐ റിയലി നോട്ട് ലൈക്ക് ദാറ്റ് ബുക്ക്. വലിയ ഇഷ്ടമായിട്ടില്ല. ബട്ട് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഡേവിഡ് ഗോഗിൻസിന്റെ കാൺ ഹേർട്ട് മീ, അതുപോലെ തന്നെ നമ്മളെ ക്രിസ് ബെയിലിന്റെ ഹൈപ്പർ ഫോക്കസ് ആണ്. ഹൈപ്പർ ഫോക്കസ് ഒന്ന് കഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ കൃത്യമായി നമ്മൾ അനലൈസ് നോക്കാം. കരിയർ സൈഡിൽ എന്ന് വെച്ചാൽ ഒരു കോഡിങ്ങിന്റെ സൈഡിൽ വെച്ച് നോക്കുമ്പോൾ ഒന്നും അറിയാതെ വന്ന ഞാനിപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സെർവർ ഉണ്ടാക്കാനും ആ സെർവറിൽ വേണ്ടിയിട്ട് എന്തൊക്കെ ഫങ്ഷൻസ് കൊടുക്കാനും നോഡ് സെറ്റാക്കാനും അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പം എന്നെ കൊണ്ട് പറ്റും. ഐ തിങ്ക് ഇറ്റ്സ് ഇംപ്രൂവ്മെന്റ്. ബട്ട് ഈ ടൈമിനനുസരിച്ചുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമാണ്. ടൈം ഓൾസോ പ്രസക്തം. പിന്നെ വരുന്നത് കരിയർ സൈഡിൽ വരുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ്. Here we get a lots of chance to enhance our language in English, and I think it's a best, not a best, it's a better place, environment to talk in English and to improve our language English. And we have പിന്നെ നമുക്ക് ഇവിടെ ഒരു 2 ആഴ്ച ഒരിക്കലും പബ്ലിക് സ്പീക്കിംഗ് ഉണ്ട്. അതിപ്പോൾ എനിക്ക് അവസരം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്നോട് കയറുന്ന പറഞ്ഞാൽ ഞാൻ ഇടിച്ച് കയറിപ്പോയി അവസരം എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചാൻസുകളൊക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഐ നീഡ് ടു ബെറ്റർ ഇംപ്രൂവ് മോർ ഇൻ മൈ ലാംഗ്വേജസ്, എസ്പെഷ്യലി ഇൻ ഇംഗ്ലീഷ്. പിന്നെ വരുന്നത് അല്ലാതെ ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. പിന്നെ വരുന്നത് നമ്മളെ മെൻ്റൽ ഹെൽത്ത്. അതൊക്കെയാണ് മെൻ്റൽ ഹെൽത്ത്. ഇവിടെ എനിക്ക് മാത്രമല്ല ഏകദേശം എല്ലാവർക്കും പണി കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇരുന്ന് കിട്ടാൻ കുറച്ച് പണിയാണ്. ഇരുന്ന് കിട്ടാൻ ഇവിടുന്നാണ് കുറച്ചെങ്കിലും മുന്നോട്ട് നീങ്ങുന്നത്. പുറത്തെങ്ങനെ എനിക്ക് അറിയില്ല, അറിയില്ലല്ലോ. ഞാനിപ്പോൾ വീട്ടിലിരുന്നപ്പോൾ ഒരുപാട് സമയം ഇരുന്നിട്ടാണ്. പക്ഷെ ചെയ്യാൻ നമുക്ക് ട്രാക്കിൽ കയറിയാൽ പിന്നെ നമ്മൾ അതിൻ്റെ അനുസരിച്ച് പോകും. ഇപ്പോൾ ഒരു വീക്ക് കഴിഞ്ഞു,
വീക്ക് പാസ്സായാലും തുടക്കത്തിൽ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകണം, പിന്നെയും വെച്ചപ്പോൾ ലാസ്റ്റ് ടൈം ഒന്ന് പിന്നെയും കയറി, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതെൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മേലെ ചെന്നിരുന്നു. ഞാനിപ്പോൾ ഒരു 3rd വീക്കിലാണ് സ്റ്റക്കായി. അതിനുശേഷം 8th വീക്കിൽ 7th വീക്കിലൊക്കെ സ്റ്റക്കായി. ഇപ്പോൾ 8th വീക്കിൽ സ്റ്റക്കായി കാരണം ഒന്ന് ലാപ്ടോപ്പ് ഒന്ന് പണിയാന്ന്, പിന്നെ അതിൻ്റെ പേരിരുന്ന് കുറച്ച് അങ്ങനെ സമയം പോക്കി. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ടൈം ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഐ തിങ്ക് ഐ ഹാവ് ഇംപ്രൂവ്ഡ് മൈ മോട്ടിവേഷൻ അബൌട്ട് കമ്മിറ്റ്മെൻറ്റ് ടു സിറ്റ് ആൻഡ് കോഡ്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ പ്രോ ക്യാമ്പ് ഒരുപാട് കാര്യങ്ങൾ മാറി മറിഞ്ഞൊരു സമയമാണ്. അങ്ങനെ ഈ ഒരു കഴിഞ്ഞൊരു മെയ് ജൂൺ സമയത്ത്. അപ്പോൾ ഞാൻ ആദ്യം അങ്ങനെ വീട്ടിൽ വിളിക്കാൻ അങ്ങനെ സമയം കണ്ടെത്ത ആളായിരുന്നു. ഐ സ്റ്റിൽ, പക്ഷേ ലാസ്റ്റ് ഒരു 1 month ഐ ട്രൈഡ്. ഐ തിങ്ക് റിസൾട്ട് ഫോർ ദാറ്റ്. ലാസ്റ്റ് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഫാമിലി ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടാവുക ഞാൻ കഴിഞ്ഞൊരു മാസമാണ്. ഉപ്പാനെ വിളിച്ചു, ഉമ്മാനെ വിളിച്ചു, അനിയന്മാരെ വിളിച്ചു, ഒക്കെ വിളിക്കുന്നുണ്ട്. But I think it's good and I want to continue and I want to better on that. And at last നമ്മൾ പറയുമ്പോൾ എല്ലാം പറയാം, at the end of the day we have only family എന്നാണ്. പിന്നെ വരുന്നത്, പിന്നെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള കുറേ ഫ്രണ്ട്സ് വന്നു അപ്രതീക്ഷിതമായി അവർ പോയി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു 2024 6 മാസം കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ട് ഈ 6 മാസത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ ആൻഡ് ഐ ഹാവ് നോട്ട് എ പ്രോപ്പർ ആൻസർ ഫോർ ദാറ്റ്. ആൻഡ് 2024 ഇനി 6 മാസം കൂടെ ഉണ്ട്. 6 മാസം കഴിഞ്ഞു, പകുതി കഴിഞ്ഞു, ഇനി പകുതി ബാക്കിയുണ്ട്. ആ പകുതിയെ എങ്ങനെ നമുക്ക് രീതിയിൽ മെച്ചപ്പെടുത്താനുള്ളതാണ് ഇപ്പം നമ്മൾ നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ തന്നെ. അപ്പോൾ അതെങ്ങനെയാണ് ബെറ്റർ ചെയ്യാം. ബട്ട് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഉള്ളൊരു ലൈഫ് സ്റ്റൈല് കൊണ്ട് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നോ. അതിൻ്റെ ഒരു 10 പോലും നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥലത്തുള്ള വർക്ക് ചെയ്യുക. ഇപ്പം നമ്മളിങ്ങനെ പറയാനല്ലാതെ ചെയ്യാനാണ് വേണ്ടത്. ആൻഡ് ഐ എം ട്രൈങ്, ബട്ട് വി ക്യാൻ സീ ഹൗ ഇറ്റ് വിൽ ബി ഗോ. ദാറ്റ്സ് ഓൾ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ, പീസ് ഔട്ട്.